വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏവർക്കും ഈശോയുടെ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും ഈശോയുടെ വലിയ സ്നേഹവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മണിക്കൂറിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. നീ അനുഗ്രഹിക്കണമേ ഈശോയെ. നിന്റെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ധാരാളമായി എളിയദാസനിലും ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവ പൈതലിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരായി മാറാൻ, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് യഥാർത്ഥമായ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാൻ, സത്യത്തിൻ്റെ തിരിച്ചറിവുണ്ടാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. അന്ധകാരത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് ദൈവികമായ പ്രകാശം കടന്നു വരട്ടെ. സ്വർഗം മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് സ്വർഗത്തോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാവരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ സംരക്ഷണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഫരിസേയര് ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാണ് കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നത് എപ്പോഴാണ്? പല വിധത്തിലുള്ള കിംവദന്തികളും സന്ദേശങ്ങളും ഒക്കെ പലർക്കും കിട്ടുന്നുണ്ട്. അതിനൊക്കെ ഫോളോ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളുമുണ്ട്. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സംശയങ്ങളുടെ കൂമ്പാരവുമായിട്ട് സംസാരിക്കാനായിട്ട് വന്നു. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, അവൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ചിന്തകൾ, അത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, മറ്റു മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒത്തിരിയേറെ ചിന്തകൾ അവൻ്റെ തലയിൽ കയറി നിൽക്കുകയാണ്. തെറ്റായ ചില ബോധ്യങ്ങൾ ഉള്ളിൽ അവൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അവന് അത് തുറന്ന് പറയാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചു എന്നത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവൻ പങ്കുവച്ചൊരു കാര്യം, ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് പശ്ചാത്തലത്തിൽ വാക്സിനേഷനൊക്കെ നടക്കുന്നുണ്ട്. അവൻ പറഞ്ഞു വാക്സിനേഷൻ എടുക്കാൻ പാടില്ല. കാരണം വാക്സിനേഷൻ എടുക്കുന്നതോടുകൂടി ലോകം മുഴുവൻ ഒരു ചിപ്പ് കൊണ്ട് ബന്ധിക്കപ്പെടുന്നു. അപ്പം DNA-യിലൊക്കെ വേരിയേഷൻ നടത്തും. പിന്നെ ശാസ്ത്രത്തിൻ്റെതായ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കെണിയിലൊന്നും നമ്മൾ പെട്ടുപോകരുത്.
ഇതിനൊക്കെ ഇവൻ സപ്പോർട്ടീവായിട്ട് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ ഉണ്ട് എന്ന് അവൻ വാദിക്കുന്ന, എന്നാൽ ബൈബിളിൽ ഇല്ലാത്ത പല പരാമർശങ്ങളുമാണ്. അതോരോന്നോരോന്ന് അവൻ പറയുന്നത് അർത്ഥരഹിതമാണ് എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ധാരണ യഥാർത്ഥമായ വ്യാഖ്യാനമല്ല, അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ഇന്നതാണ് എന്ന് അവൻ തിരിച്ചറിവ് പരിശുദ്ധാത്മാവിൽ ലഭിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്താണ് നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം? നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നിട്ടാണോ? അല്ലെങ്കിൽ നിനക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടാണോ? ഏതെങ്കിലുമൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ വല്ലതും വന്നോ? ഇല്ല. പിന്നെയോ? അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ്, ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്തതാണ് ഇതിൻ്റെ കാരണം. അപ്പൊ എന്താ നിന്റെ തീരുമാനം? അവൻ പറഞ്ഞു, ഞാനത് അൺഫോളോ ചെയ്യും, ഇനി അതിൻ്റെ പുറകെ ഇല്ല. എങ്കിൽ നിനക്ക് മനസ്സമാധാനം കിട്ടും, ദൈവാനുഗ്രഹവും കിട്ടും, നിന്റെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാകും എന്നായിരുന്നു എൻ്റെ അവസാന വാക്ക്. പിന്നീട് എന്തായെന്ന് എനിക്കറിയില്ല. ഏതായാലും അവന് മനസ്സമാധാനം ലഭിക്കട്ടെ എന്ന്, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാം വഴിതെറ്റിക്കുന്ന പല വിധത്തിലുള്ള പ്രലോഭന സാഹചര്യങ്ങൾ നിറഞ്ഞ തെറ്റായ പ്രബോധനങ്ങൾ ഏറെയുള്ളപ്പോൾ, പ്രത്യേകിച്ച് യുഗാന്തത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശരിയായ വിധം മനസ്സിലാക്കാതെയുള്ള ദുർവ്യാഖ്യാനങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ വർദ്ധിച്ചു വരുമ്പോൾ, ഈ തിരുവചന ഭാഗം ഞാൻ എടുത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, ഈശോ മിശിഹ തൻ്റെ ആഗമനത്തെക്കുറിച്ച്, മനുഷ്യപുത്രൻ്റെ ആഗമനം എന്നവിടെ സുവിശേഷത്തിൽ ശീർഷകമുണ്ട്, കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും. ഈ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുകയാണ്, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെ അല്ല ദൈവരാജ്യം വരുന്നത്, ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രത്യക്ഷമായ അടയാളങ്ങളോടെ വരാനിരിക്കുന്ന ഒന്നല്ല, ഓൾറെഡി നമ്മുടെ കൂടെയുള്ള ഒന്നാണ് ദൈവരാജ്യം. സഭ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ദൈവശാസ്ത്രപരമായിട്ട് കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ഓൾറെഡി ബട്ട് നോട്ട് എറ്റ്. ഇപ്പോൾ ഓൾറെഡി അത് ആരംഭിച്ചു കഴിഞ്ഞു, അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 തിരുവചനത്തിൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, എവിടെ നീതിയും സമാധാനവും ദൈവാത്മാവ് നൽകുന്ന ആനന്ദവും അനുഭവിക്കാൻ കഴിയുന്നോ അവിടെയൊക്കെ ദൈവരാജ്യം ഉണ്ടെന്നുള്ളതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം എന്താണെന്നോ കർത്താവിൻ്റെ വരവെന്താണെന്നോ ഒന്നും ഓർത്തവൻ ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം അവനിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും ഉണ്ടെങ്കിൽ അതവനെ ദൈവരാജ്യത്തിൽ നിലനിർത്തുകയും ആ ദൈവരാജ്യത്തിൻ്റെ നിത്യതയുടെ ആനന്ദം അനുഭവിക്കുവാൻ അവനെ സഹായിക്കുകയും ചെയ്യും. അതായിരിക്കട്ടെ നമുക്ക് ഒന്നാമത്തെ ബോധ്യം. അതിനുവേണ്ടി പ്രത്യക്ഷമായ അടയാളങ്ങളൊന്നും നോക്കി നിൽക്കണ്ട, ഈ ഒരു അനുഭവത്തിൽ ജീവിച്ചു തുടങ്ങുക, ഇന്ന് തന്നെ ജീവിക്കുക. അപ്പോൾ ഒന്നിനെക്കുറിച്ച് നമുക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കാൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്നുള്ള വചനം നമുക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കിംവദന്തികളുടെ പുറകെ പോകരുത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഇന്നതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് പുറകെ പോകരുത്. ഇന്ന് ഈ തെറ്റിക്കുന്ന പ്രബോധനങ്ങളൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, സത്യവിശ്വാസത്തിന് നിരക്കാത്തതായ, ദൈവവചനത്തിന് നിരക്കാത്തതായ ഇത്തരം യൂട്യൂബ് ചാനലുകളുടെ ഫോളോവേഴ്സായിട്ട് നിങ്ങൾ പോകരുത്. അങ്ങനെയുള്ള ഫേസ്ബുക്ക് ഫോളോവേഴ്സായിട്ട് നിങ്ങൾ മാറരുത്.
ഈശോ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാ അവിടെ, ഇതാ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പലരും വരും. അതിൻ്റെ ഒന്നും പുറകെ നിങ്ങൾ പോകരുത്. ശ്രദ്ധയോടെ ജാഗരൂകതയോടെ ഇരിക്കുക. മൂന്നാമത്തെ കാര്യം വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന മിന്നൽ പിണര് പോലെയാണ് മനുഷ്യപുത്രന്റെ വരവ്. എന്താ ഈ മിന്നൽ പിണര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിന്നൽ എന്തിൻ്റെ സൂചനയാണ്? ഒരു ഇടിമുഴക്കത്തിൻ്റെ സൂചനയാണ്. ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം വരുന്നതിന് മുമ്പേ എന്ത് വരും? ഇടിമിന്നൽ വരും. ഇടിമിന്നൽ വന്നാൽ ഉടൻ തന്നെ വിതിൻ സെക്കൻഡ്സ് ഇടിമുഴക്കം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കത്തിന് മുമ്പേ വരുന്ന ഇടിമിന്നൽ പോലെ സഡൻ ആയിട്ട് നിന്ന നിപ്പിൽ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. കർത്താവ് അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. കള്ളനെ പോലെ കടന്നു വരും. രാത്രിയിൽ ഏത് നിമിഷമാണ് കള്ളം വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഗൃഹനാഥൻ ഉറക്കളച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ എപ്പോഴും ജാഗരൂകതയോടെ ആയിരിക്കണം. മണവാളനെ എതിരേൽക്കാൻ എണ്ണയുമായി നിൽക്കുന്ന കന്യകമാരുടെ ചിത്രമൊക്കെ ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുങ്ങിയിരിക്കാൻ, എവർ റെഡി ആയിരിക്കാൻ. മിന്നൽ വരുന്ന പോലെ, മിന്നൽ വേഗത്തിൽ പെട്ടെന്ന് കർത്താവിൻ്റെ ദിവസം വരും. അതുകൊണ്ട് നേരത്തെ മുന്നറിയിപ്പൊന്നും തന്നിട്ടൊന്നുമല്ല ലോകാവസാനം വരാൻ പോകുന്നത്, അല്ലെ കർത്താവിൻ്റെ ദിവസം വരാൻ പോകുന്നത്. കർത്താവിൻ്റെ ദിവസം രണ്ടുണ്ട്. തനതായിട്ടുള്ള ഒരു വിധിയുടെ ദിവസവും അന്ത്യവിധിയുടെ ദിവസവും. എൻ്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആദ്യം ഭാഗമെന്ന് പറയുന്നത് എൻ്റെ മരണസമയമാണ്. മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ആർക്കെങ്കിലും കിട്ടാറുണ്ടോ? ചില മുന്നറിയിപ്പുകൾ ചില രോഗങ്ങളുടെ രൂപത്തിലൊക്കെ നമുക്ക് ഒരുങ്ങാനായിട്ട് തരുന്നുണ്ട്. പക്ഷേ സൈലന്റ് അറ്റാക്കൊക്കെ വന്ന് മരിക്കേണ്ട ഒരവസ്ഥ വന്നാലൊന്ന് ആലോചിച്ച് നോക്കി. ഒരു യാത്ര പറയാൻ പോലും പറ്റാതെ, അല്ലെ ഒന്നും പറയാതെ അങ്ങ് പോയല്ലോ എന്നൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് വിലപിക്കാറില്ലേ? ഒന്നും പറഞ്ഞില്ല. കൂട്ടത്തിൽ ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരാൾ മരിച്ചുപോയി, ഒരു അനക്കം മാത്രമേ കേട്ടുള്ളൂ. അല്ലെങ്കിൽ കുടിക്കാനെടുത്ത ചായ ഒന്ന് കുടിക്കാൻ പോലും പറ്റിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദിവസം വരുന്നതിൻ്റെ ആദ്യ ഭാഗമാണ്. ആ സമയത്ത് ഒരു ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് ഏത് വിധത്തിലുള്ള മരണത്തിലൂടെ പോയാലും ആ സമയത്ത് തന്നെ ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും, തനത് വിധിക്കായിട്ട്. അവൻ്റെ ചെയ്തികൾ തൂക്കി അളന്ന് വിധിക്കപ്പെടുന്ന സമയമാണ്. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആദ്യ ദിനം, കർത്താവിൻ്റെ ദിനം. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരിക തന്നെ ചെയ്യും. അത് നമ്മൾ വിശ്വസിക്കുന്നു. ഒപ്പം ഈ എലിയാ സ്ലീവ മൂശക്കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന കർത്താവിൻ്റെ വലതുഭാഗത്ത് അണിനിരക്കാനായിട്ടുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്താണ് ഈ വലതുഭാഗത്ത് അണിനിരക്കാനുള്ള യോഗ്യത? തനത് വിധിയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സ്വർഗം പ്രാപിച്ചവരും ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവരുമൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആ ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപന വേളയിൽ, അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിൽ അവൻ്റെ വലതുഭാഗത്ത് വിശുദ്ധരോട് ഒന്നിച്ച് അണിനിരക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നുള്ള വിശ്വാസം. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും വേർതിരിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെ കാത്തിരിക്കുന്നു, ഒരുപോലെ ഒരുങ്ങിയിരിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ ദിവസം. അതുകൊണ്ട് അത് പെട്ടെന്ന് ഏത് നിമിഷം വന്നാലും അത് സ്വീകരിക്കാനുള്ള ഒരുക്കത്തോടെ ജാഗരൂകരായിരിക്കാനാണ് സുവിശേഷം എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും നാലാമതായിട്ടൊരു കാര്യം പറയുന്നത് നോഹയുടെയും ലോത്തിൻ്റെയും കാലഘട്ടമാണ്. തിന്മ പെരുകിയ കാലഘട്ടം. അതൊരു ചെറിയ സൂചന നൽകുന്നുണ്ട്. തിന്മ പെരുകിയപ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. പ്രളയമായി വന്ന്
ലോകത്തെ ശുദ്ധീകരിച്ച ഒരു പുതിയ ലോകയിലൂടെ ദൈവം തുടക്കം കുറിച്ചു. അല്ലെ, സോദോം ഗൊമോറയെ, മ്ലേച്ഛതകൾ കടിമപ്പെട്ട ദേശത്തെ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിച്ച് ലോത്തിനെയും കുടുംബത്തെയും അവിടുന്ന് അത്ഭുതകരമായി കരം പിടിച്ച് പുറത്തേക്ക് ആനയിച്ചതുപോലെ നന്മ ചെയ്തവരെയെല്ലാം തൻ്റെ രക്ഷാകരമായ സാന്നിധ്യത്തിലേക്ക് ആനയിക്കുകയും എന്നാൽ തിന്മ ചെയ്തവരുടെ നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദിവസം. അതാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഈശോ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കണം. അവൾ എന്താ ചെയ്തത്? അവൾ പിന്തിരിഞ്ഞ് നോക്കി, പുറകോട്ട് നോക്കി, നഷ്ടപ്പെട്ടതിനെ ഓർത്തൊരു വേവലാതി, അതല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ, അത് അവളെ ഉപ്പുതൂണാക്കിക്കളയും. അതുകൊണ്ടാണ് ഈശോ മുന്നറിയിപ്പ് തരുന്നത്, പുരമുകളിലുള്ളവൻ താഴേക്കൊന്നും എടുക്കാൻ പോകരുത്, വയലിലായിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് നോക്കരുത്. സമ്പത്തും ഈ ലോകത്തിലുള്ള നേട്ടങ്ങളും വിലപ്പെട്ടതായി കരുതുന്നവന് കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയില്ല. മറിച്ച് കർത്താവിനെയും അവിടുത്തെ രാജ്യത്തെയും വിലപ്പെട്ടതായി കരുതണം. ഇതൊക്കെ ഉച്ചിഷ്ടം പോലെ തള്ളണം. പൗലോസ് അതല്ലേ പറഞ്ഞേ, എനിക്ക് നേട്ടമായിരുന്നവയെല്ലാം ഞാൻ നഷ്ടമായി കരുതി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും ജ്ഞാനവും എനിക്ക് വിലയുള്ളതാകയാൽ ഇതെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ തള്ളണം. ഈ ലോകത്ത് ഞാൻ ആർജിച്ചെടുത്തതിനെ മുഴുവൻ, അതായത് സ്വയം പരിത്യജിക്കണം. എനിക്കുണ്ട് എന്ന് ഞാൻ പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അത് പൊക്കോട്ടെ എന്ന് വെക്കാൻ, ഷെയർ ചെയ്യാൻ, മുറിച്ചു കൊടുക്കാൻ, വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവണം കർത്താവിൻ്റെ ദിവസത്തിനായിട്ട് ഒരുങ്ങുന്നവർക്ക്. വാരിപ്പിടിക്കാൻ, പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമെന്ന് ആരും ധരിക്കരുത്. എല്ലാം എനിക്ക് വേണ്ടി എന്നുള്ളൊരു സ്വരുക്കൂട്ടൽ മനോഭാവം ഉപേക്ഷിച്ചിട്ട് വിട്ടുകൊടുക്കുക. പുരമുകളിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കും, ഫ്രീ ആയിട്ട് കർത്താവിന് മുമ്പിൽ. താഴേക്കുള്ളത് എന്താണോ അതെടുക്കാനായിട്ട് ഓടരുത്. വയലിലായിരിക്കുന്നവൻ പുറകോട്ട് പിന്നിലേക്ക് തിരിഞ്ഞ് ധാന്യമണികളുടെയും പണച്ചാക്കിൻ്റെയും പുറകെ ഓടരുത്. ബാങ്ക് അക്കൗണ്ടുകളുടെ പുറകെ പോകരുത്. കർത്താവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ, ഇതാ ഞാൻ എന്ന ബോധ്യത്തോടെ നിൽക്കുക. വീണ്ടും ആറാമതായി ഈശോ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവിൻ്റെ ദിവസം വരുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളുടെ പേരിൽ നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ 3 ബന്ധങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്, ഒരു കട്ടിലിൽ കിടക്കുന്ന 2 പേരെ കുറിച്ച്. അവർ പക്ഷേ ഭാര്യയും ഭർത്താവുമായിരിക്കാം. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. ഒരാൾ എടുക്കപ്പെടുമെന്ന ബൈബിളിന്റെ ഭാഷ രക്ഷയാണ് സൂചിപ്പിക്കുന്നത്. അവശേഷിക്കുന്നത് രക്ഷ അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥയാണ്. അങ്ങനെയാവുമ്പോൾ ഒരു കട്ടിലിൽ നിന്ന് ഒരുപക്ഷെ ഭർത്താവ് രക്ഷപ്പെട്ടെന്നോർത്തോണ്ട് ഭാര്യ രക്ഷപ്പെടണമെന്നില്ല എന്ന്, അല്ലെ ഭാര്യ രക്ഷപ്പെട്ടു എന്ന കാരണത്താൽ ഭർത്താവ് രക്ഷപ്പെടണമെന്നില്ല. 2 പേർ കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ടാവും, ഒരാൾ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. അപ്പോൾ വ്യക്തിപരമാണ് രക്ഷ. അവനവന്റെ കാര്യം അവനവൻ നോക്കിയാൽ രക്ഷപ്പെടാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും രക്ഷയിലേക്ക് ആനയിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. എന്നാലും അവനവന് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ അവനവൻ എത്രമാത്രം ഉപയോഗിക്കുന്നു അതനുസരിച്ചാ രക്ഷ. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ലെന്ന് അഗസ്തീനോസ് പറഞ്ഞു. അതുകൊണ്ടാണ് മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ പരിണത ഫലമാണ് അഗസ്റ്റിന്റെ മാനസാന്തരം. അത് പിന്നീട് അവൻ ആ മാനസാന്തരപ്പെട്ടിട്ട് അതേ വഴിയിലൂടെ നിൽക്കാൻ മനസ്സ് കാണിച്ചു എന്നതാണ് അവന്റെ രക്ഷ. വീണ്ടും പറയാണ്, ഒരു വീട്ടിൽ 2 പേര്, 2 സ്ത്രീകള് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ അമ്മയും മകളും ആയിരിക്കാം, അല്ലെ സഹോദരിമാരായിരിക്കാം, അല്ലെ അമ്മായിയമ്മയും മരുമോളും ആയിരിക്കാം. ആ ബന്ധമൊന്നും അവിടെ ബാധകമല്ല. 2 പേർ ഒരുമിച്ചൊരു വീട്ടിൽ ഒരുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഒരാൾ രക്ഷപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. കർത്താവിൻ്റെ ദിവസം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഒരു രക്ഷ ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിപരമാണ് എന്നൊരിക്കൽ കൂടി അടുത്ത ഉദാഹരണം സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ ബൈബിൾ അടിക്കുറിപ്പിലുണ്ട്, 2 പുരുഷന്മാർ വയലിൽ ആയിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 പുരുഷന്മാർ ഒരുമിച്ച്, ഒരുപക്ഷെ കൂട്ടുകാരായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, സഹപ്രവർത്തകരായിരിക്കാം.
ആ ബന്ധം അവിടെ രക്ഷപ്പെടുത്തില്ല. ഇത്ര വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നത്. വീണ്ടും അവസാനമായിട്ട് ഈശോ തരുന്നൊരു ഗ്യാരണ്ടി എന്താണെന്നറിയാവോ? എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. കഴുകൻ പറക്കുക എന്നത് ശവമുണ്ട് എന്നതിൻ്റെ ഉറപ്പാണ് സൂചിപ്പിക്കുന്നത്. ഉറപ്പില്ലെങ്കിൽ കഴുകൻ താന്നു പറക്കില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദിവസം വരും എന്നുള്ള കാര്യം ഉറപ്പാ. ഇതിന് മാറ്റമൊന്നുമില്ല. ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം. ഇപ്പോൾ ഈ അടുത്ത നാളുകളിലൊക്കെ പ്രത്യേകിച്ച് കോവിഡ് വന്നൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ ഒരു സഹോദരി, അവർക്ക് ബാക്കി സഹോദരങ്ങളൊക്കെ ഏറെ പ്രിയപ്പെട്ടവളാണ്. കോവിഡ് വന്നു, അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ശേഷിയില്ലാത്തതിനാൽ ആ സഹോദരി മരണത്തിന് കീഴ്വഴങ്ങി. പക്ഷെ ആ കുടുംബത്തിലുള്ള സഹോദരങ്ങൾ ഒന്നടങ്ങ് ഇപ്പോൾ വലിയ നിരാശയിലാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ മരണത്തെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തോടൊരു പരാതി പരിഭവമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഏറെ സമയം അവർ ഓരോരുത്തരോടൊക്കെയാണ് സംസാരിക്കാനായിട്ടിട വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, മനുഷ്യരാരും ഈ മരണം എന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല, ഒരുക്കമില്ല, ചിന്തയില്ല. ഒരു മരണഭയം ഉണ്ടാവണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഭയപ്പെട്ട് ജീവിക്കണം എന്നല്ല, മറിച്ച് ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ. ശവം എവിടെയോ അവിടെ കഴുകൻ വന്നുകൂടുമെന്ന് പറഞ്ഞാൽ കഴുകന്റെ സാന്നിധ്യം ശവത്തെ ഉറപ്പ് നൽകുന്നത് പോലെ കർത്താവിൻ്റെ ദിവസം വരണമെങ്കിൽ മരണം വേണമെന്നേ. മരണമില്ലാതെ എങ്ങനെയാ നിത്യജീവൻ പ്രാപിക്കുന്നത്? അപ്പൊ മരണഭയം അല്ല നമുക്ക് വേണ്ടത്. മരണത്തെ സ്നേഹത്തോടും ഒരുക്കത്തോടും കൂടെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം ആർജിച്ചെടുക്കുകയാണ്. നമ്മൾ മരിച്ചാലും നമ്മുടെ പ്രിയപ്പെട്ടവന് മരിച്ചാലും അവരെല്ലാവരും ഒരുക്കത്തോടെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന ഒരു തീക്ഷ്ണമായ ആഗ്രഹവും അതിനനുസരിച്ചുള്ള ജീവിതശൈലിയും സ്വന്തമാക്കാതെ ഈ കാലഘട്ടം രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് പലപ്പോഴും ആശുപത്രികളിലൊക്കെയുള്ള കൗൺസിലിംഗ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കറിയാം, രോഗത്തെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് മരണാസന്നമായ രോഗമാണ് എന്ന സത്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലെ, പ്രിയപ്പെട്ടവരുടെ മരണം ആസന്നമാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രായമായവർക്ക് പോലും, അല്ലെ പ്രായമായവരുടെ മരണം പോലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ ഈ ലോകത്തോടും ലോക ആരൂപിയോടും ഏറെ ഇഴുകിച്ചേർന്ന് ഒട്ടിപ്പിടിച്ചു പോവുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടി ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കണം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമുഖത്ത് വസിക്കുന്ന എല്ലാവരുടെയും മേൽ അത് വന്നു വീഴുക തന്നെ ചെയ്യും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കാൻ ലൂക്കാ സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ദിവസം എപ്പോൾ വരുമെന്ന് ചിന്തിച്ചുത്കണ്ഠാകുലരാകാതെ ആ ദിവസവും മണിക്കൂറും പിതാവ് തീരുമാനിച്ചോളും. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാൻ എപ്പോൾ കർത്താവിൻ്റെ ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും, അതെൻ്റെ മരണമായിരിക്കാം, കർത്താവിൻ്റെ 2ാം വരവായിരിക്കാം, ലോകാവസാനമായിരിക്കാം, എന്തു വന്നാലും ഒരുക്കമുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിനായി കാത്തിരിക്കും എന്ന ഉറപ്പും വിശ്വാസവും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കർത്തകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് യേശുക്രിസ്തുവിനെ അറിഞ്ഞു ജീവിച്ച് നിത്യജീവൻ നേടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ നിന്നെ തള്ളിപ്പറയാൻ ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ അംഗീകരിക്കാൻ കഴിയാത്ത എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണമെന്ന യാഥാർത്ഥ്യത്തെ കർത്താവിൻ്റെ ദിവസമായി കണക്കാക്കാനുള്ളൊരു കൃപ, രക്ഷയിലേക്കുള്ള വഴിയായി കാണാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവെ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപയ്ക്ക്, ദൈവ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളെയും
ലോകത്തോടുള്ള മൈത്രിയെയും ലോകാരൂപിയോടുള്ള ഇടുകിച്ചേരലിനെയും പൈശാചിക ബന്ധനങ്ങളെയെല്ലാം യേശുവിൻ്റെ കുരിശിൻ ചവിട്ടിൽ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എല്ലാവരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. മരണഭയമില്ലാതെ ജീവിക്കാൻ, മരണത്തെ സ്നേഹിതനായി സഹോദരിയായി കണ്ട വിശുദ്ധരെ പോലെ മരണം നിത്യജീവനിലേക്കുള്ള പ്രവേശന കവാടമാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ, കർത്താവിൻ്റെ ദിവസത്തിനായി ഒരുക്കത്തോടെ കാത്തിരിക്കാൻ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, 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 ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധന, 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 ആരാധന. യേശു നാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ